നിരോധനം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രയാസത്തിലാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ പോലും പലപ്പോഴായി മുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ റേഷൻ വിതരണം കൃത്യമായി നടപ്പാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കണ്ണൂർ ആയിക്കരയിൽ നിന്നും അർജുൻ കല്യാട് ചേരുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ആയിക്കര മാപ്പിള ബേ ഹാർബറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ കടലിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇനി അടുത്ത ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് ആവശ്യമായിട്ടുള്ള വലകളുടെയൊക്കെ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള ജോലികളാണ് ഈ സമയത്തിൽ ഇവർ ചെയ്യാറുമുള്ളത്. നമുക്ക് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർ ബോട്ട് ഉടമകൾ എല്ലാവരും തന്നെ ഉണ്ട്. ചേട്ടാ, പിന്നെന്താ ട്രോളിംഗ് നിരോധനമൊക്കെ വന്നു കഴിഞ്ഞു, എങ്ങനെയാ ഇപ്പോഴുള്ള അവസ്ഥ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ബോട്ടുമായിട്ട് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. നമ്മൾ ആ മത്സ്യത്തൊഴിലാളിൻ്റെ ഈ കടൽക്ഷോഭം ഇല്ലെങ്കിൽ ഞങ്ങൾ പണിക്ക് പോകും, കടൽക്ഷോഭം ഉണ്ടെങ്കിൽ നമ്മൾ പണിക്ക് പോകാതിരിക്കും. റേഷൻ കറി നമുക്ക് കിട്ടില്ലേ, നമ്മളിങ്ങനെ ഇത് കൊണ്ട് മത്സ്യത്തൊഴിലാളി ഇത് പോയാലേ നമുക്ക് എന്തെങ്കിലും വീട്ടിലെത്തിക്കാൻ കഴിയും. അല്ലാണ്ട് വേറൊരു ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. സമയത്ത് ഇങ്ങനെ കടലിൽ പോകുന്നു ശരിക്കും അത് അപകട സാഹചര്യം. അതിന് അപകട സാധ്യത ഉണ്ട്. ഇത് കാലാവസ്ഥയിലെ ദിവസം പോകില്ല, സർക്കാർ പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ ആനുകൂല്യം ഇതുവരെ ഒന്നും കിട്ടില്ല. ബോട്ടിന് മെയിൻ്റനൻസിനായിട്ട് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തതായി ഓർമ്മയില്ല. പിന്നെ റേഷൻ ഈ ബോട്ടുമായി ബന്ധപ്പെട്ടവർക്കുള്ള റേഷൻ അത് ഒരു മാസത്തേക്കുള്ള റേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ ബോട്ടിലേക്കുള്ള ജോലിയല്ല, നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ രൂപത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം അവർ ഈ ഗവൺമെൻറ് തരേണ്ടത് നമ്മൾ അടച്ച പൈസ ഉണ്ട്, അത് മാസത്തിൽ കിട്ടിയാൽ നല്ലൊരു ഉപകാരമായിരുന്നു. ക്ഷേമനിധിയിൽ 500 ഉറുപ്പ് അടക്കും, തിരിച്ചു കിട്ടുന്നത് 4500 കിട്ടും. 1500 അടച്ചാൽ 4500 തിരിച്ചു കിട്ടും. കുറേ ആളായ ഇല്ല മുടങ്ങിയിട്ടായിട്ടില്ല, തരേണ്ട സമയം ആകുന്നതേ ഉള്ളൂ. ഇപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കും. സർക്കാർ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി പോകാൻ പാടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നില്ല. അതിൻ്റെ ആനുകൂല്യം നമുക്കില്ല, നമ്മൾ വെറുതെ പട്ടിണി കിടക്കണം. ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള മാത്രമല്ല, നമ്മളെ അന്യ സംസ്ഥാനത്തു നിന്ന് വന്നവർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം ഈ സമയത്ത് ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് എങ്ങനെയാണ്? അതിനല്ലേ ഈ ഉടമ റേഷൻ മോശിട്ട് കൊടുക്കലാണ്. അല്ലാണ്ട് കൈമൊന്നും അല്ലാണ്ട് വേറെ ഗവൺമെൻറ് സഹായം അവർക്കില്ല. അവർക്ക് നയിച്ച് കിട്ടിയാൽ കാശ് കൊടുക്കും, അവർ കാശ് തന്നിട്ട് നാട്ടിലേക്ക്. ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഈ മുതലാളിമാർ റേഷൻ മോശിച്ച് കൊടുക്കലാണ്, റൂം വാടകയല്ലേ. नसीब में नहीं, वो मौसम का थोड़ा खराब हुआ और अभी गए नहीं. अभी हाँ अभी मुश्किल है, अभी काम नहीं, वो उसको मुश्किल है, वो थोड़ा प्रॉब्लम हो जाएगा नहीं वो संदर्भ में. अभी उधर रुका हमें थोड़ा काम में हुआ, वो मुश्किल चढ़ेगा तो जाएगा. हम ചെറിയ ഈ സമയത്ത് എടുക്കാൻ വേണ്ടി കഴിയുന്ന പരമാവധി ജോലികൾ എടുക്കുന്ന സമയത്താണ് ഈ ചെറിയ തുകയെങ്കിലും അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അവർ പോലും പറയുന്നത്. അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം മൊത്തത്തിൽ ഈ മത്സ്യബന്ധന മേഖലയിലാകെ തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി സർക്കാർ നൽകുന്ന ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അവർ അനുസരിക്കുകയാണ്. പക്ഷേ ഈ 52 ദിവസം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവരിൽ പലരും ഉന്നയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവയസ്സുക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.